ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണിത്. മനുഷ്യരെയും ദൈവത്തെയും ഒരുപോലെ സന്തോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടുമായിരിക്കണം. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് മറ്റൊരു സുവിശേഷവുമായി കടന്നു വരുന്നവരോടും അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടില്ലാത്ത യേശുവിനെ പ്രസംഗിക്കുന്നവർക്കുമെതിരെയാണ്. കർത്താവിന് വിരോധമായി നിൽക്കുന്ന മനുഷ്യരോട് അവർ എന്ത് വിചാരിക്കുമെന്നുള്ള മനോഭാവമാണെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ദാസന്മാരല്ല, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമല്ല. നാം മനുഷ്യനെയാണ് പ്രസാദിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്ത മറ്റൊരു യേശുവിനെ കൊണ്ടുവരുന്നത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായി നമുക്കും തുടരാം. ദൈവം അതിനായി ഏവരെയും സഹായിക്കട്ടെ.